സൊമാലിയൻ കുടിയേറ്റക്കാരെ അമേരിക്കയ്ക്ക് വേണ്ടാത്ത ചവറുകളെന്ന് വിളിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ അധിക്ഷേപം വലിയ വിവാദമായിരുന്നു. അമേരിക്കയ്ക്കായി അവർ ഒന്നും തന്നെ സംഭാവന ചെയ്യുന്നില്ലെന്നും ഉടൻ രാജ്യം വിട്ടു പോകണമെന്നും ട്രംപ് ആവശ്യപ്പെടുന്നു. മിനസോട്ടയിലെ സൊമാലിയൻ കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ട് ഫെഡറൽ അധികൃതർ ഒരു കുടിയേറ്റ നടപടി ആരംഭിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ വിദ്വേഷ പരാമർശമെത്തുന്നത്. സൊമാലിയക്കാർക്ക് നൽകുന്ന നിയമപരമായ താൽക്കാലിക സംരക്ഷിത പദവി റദ്ദാക്കുമെന്നും പ്രസിഡന്റ് അറിയിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയ ലോകത്തെ ഏറ്റവും വിശന്നു വലഞ്ഞ രാജ്യമായാണ് നമുക്ക് പരിചയം. പതിറ്റാണ്ടുകളായി നടക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ കാരണം ലക്ഷക്കണക്കിന് സൊമാലിക്കാർ അഭയാർത്ഥികളായി അമേരിക്കയിലേക്ക് വന്നു. 1990കളിലാണ് സൊമാലിയയിൽ നിന്ന് US-ലേക്ക് അഭയാർത്ഥി പ്രവാഹം ആരംഭിക്കുന്നത്. ഇന്ന് US-ൽ 2.6 ലക്ഷത്തിലധികം സൊമാലി വംശജരുണ്ട് എന്നാണ് കണക്ക്. വ്യാപകമായ അരക്ഷിതാവസ്ഥയുടെ ദുരിതം പേറി ലക്ഷക്കണക്കിന് സൊമാലിയക്കാരാണ് അയൽ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത്. പലരും കെനിയയിലെ ദബാബ് പോലെയുള്ള ദൂരെയുള്ള അഭയാർത്ഥി ക്യാമ്പുകളിലാണ് എത്തിപ്പെടുന്നത്. ഇവിടെ വർഷങ്ങളോളം നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് അമേരിക്കയിലേക്കോ മറ്റിടങ്ങളിലേക്കോ കുടിയേറാനുള്ള അവസരം ഇവർക്ക് ലഭിക്കുന്നത്. അമേരിക്കയിലെ സൊമാലിയൻ കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും മിനിസോട്ടയിലെ മിനിയാപോളിസ് സെന്റ് പോൾ മെട്രോപൊളിറ്റൻ ഏരിയയിലാണുള്ളത്. ടാക്സി ഡ്രൈവർമാരായും സൂപ്പർ മാർക്കറ്റ് ഉടമകളായും മെഡിക്കൽ ഫീൽഡിലും നിരവധി ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഒരു തരത്തിലും US-ന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇവർ ഗുണം ചെയ്യുന്നില്ല എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. 2017-ൽ സൊമാലിയ ഉൾപ്പെടെ 7 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെ ട്രാവൽ ബാനിൽ ഉൾപ്പെടുത്തിയിരുന്നു ട്രംപ്. 2018-ൽ ആഫ്രിക്കൻ രാജ്യങ്ങളെ ഷിറ്റ് ഹോൾ കൺട്രീസ് എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ചരിത്രവുമുണ്ട് ട്രംപിന്. കുടിയേറ്റക്കാർ US-ന്റെ രക്തത്തിൽ വിഷം കലർത്തുന്നവരാണെന്നായിരുന്നു മറ്റൊരു പരാമർശം. ഇക്കഴിഞ്ഞ ഡിസംബർ 2-ലെ വൈറ്റ് ഹൌസ് ക്യാബിനറ്റ് മീറ്റിംഗിലുടനീളം ഉറക്കം തൂങ്ങിയ ട്രംപ് കുടിയേറ്റ വിഷയം വന്നപ്പോഴാണ് ആഞ്ഞടിച്ചത് എന്നാണ് റിപ്പോർട്ട്. സൊമാലിയയിൽ നിന്ന് അഭയാർത്ഥിയായി അമേരിക്കയിലെത്തി 25 വർഷം മുൻപ് പൗരനായ മിനിസോട്ടയിലെ ഡെമോക്രാറ്റിക് പ്രതിനിധി ഇൽഹാൻ ഒമറിനെ ചവറെന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു ട്രംപ്. വൈസ് പ്രസിഡന്റ് JD വാൻസ് മേശപ്പുറത്ത് കൈതട്ടി ട്രംപിന്റെ വിദ്വേഷ പരാമർശങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്തു. ട്രംപിന്റെ കുടിയേറ്റ നയങ്ങളുടെ ഏറ്റവും ക്രൂരമായ ഉദാഹരണമായിട്ടാണ് ഈ പ്രസ്താവന ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. സൊമാലി ഉൾപ്പെടെ 19 രാജ്യങ്ങളിൽ നിന്നുള്ള ഇമിഗ്രേഷൻ അപേക്ഷകൾ ഇതിനോടകം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ട്രംപ് ഭരണകൂടം. മിനിസോട്ടയിലെ നേതാക്കൾ റേസിസം എന്ന് വിളിച്ച് ട്രംപിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. സൊമാലിയക്കാർക്ക് നൽകുന്ന നിയമപരമായ താൽക്കാലിക സംരക്ഷിത പദവി റദ്ദാക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. US പൗരത്വമുള്ള സൊമാലിയക്കാർക്കും നീക്കം ബാധകമാണോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. മിനിസോട്ടയിൽ നിയമവിരുദ്ധമായി താമസിക്കുന്ന സൊമാലി കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ട് നടപടി ആസൂത്രണം ചെയ്യുന്നതായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞു. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് മിനിസോട്ടയിൽ സ്ട്രൈക്ക് ടീമുകൾ വിന്യസിച്ചതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. മിനിസോട്ടയിലെ സൊമാലി വംശജരിൽ 58% അമേരിക്കയിൽ തന്നെ ജനിച്ചവരാണ്. വിദേശത്ത് ജനിച്ചവരിൽ 87% അമേരിക്കൻ പൗരത്വം നേടിയവരുമാണ്. 3 പതിറ്റാണ്ടിലേറെയായി യുദ്ധവും അരാജകത്വവും നിലനിൽക്കുന്ന രാജ്യമാണ് സൊമാലിയ. ഇടവിട്ട് വരുന്ന വരൾച്ച, പലായനങ്ങൾ എന്നീ പ്രശ്നങ്ങളും ഈ ആഫ്രിക്കൻ രാജ്യത്തുണ്ട്. 1991-ൽ ഏകാധിപതി സിയാദ് ബാരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം ആഭ്യന്തര യുദ്ധവും അൽഖ്വയ്ദയുമായി ബന്ധപ്പെട്ട് അൽഷബാബ് തീവ്രവാദ സംഘടനയുടെ ഉയർച്ചയും രാജ്യത്തെ ആകെ തകർത്തിരുന്നു. ലക്ഷക്കണക്കിന് സൊമാലിയക്കാർ ആഭ്യന്തരമായോ അയൽ രാജ്യങ്ങളിലേക്കോ പലായനം ചെയ്തു. അൽഷബാബാണ് ഇപ്പോഴും സൊമാലിയയിലെ ഗ്രാമപ്രദേശങ്ങൾ നിയന്ത്രിക്കുന്നത്. തലസ്ഥാനമായ മൊഗാദിഷുവിൽ ഇടയ്ക്കിടെ ഭീകരാക്രമണങ്ങളും നടന്നു വരുന്നുണ്ട്.